ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പം 2-3 ദിവസമായിട്ട് കുറച്ച് തിരക്കായി പോയിരുന്നേ, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ടിയാമ്മയും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓടി നടപ്പുണ്ടായിരുന്നു, വെക്കേഷനും കാര്യമൊക്കെ ആയിരുന്നു. സോ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ഹെൽത്ത് കൺസേണിങ് ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല, നമുക്ക് UTI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പം ഞാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞിലേ മുതൽ UTI ഭയങ്കര പ്രോണ്ടാണ്, എപ്പോഴും UTI ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് UTIയെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം. കുഞ്ഞിലേ മുതൽ റൈറ്റ് ഫ്രം സ്കൂളിങ് മുതൽ എനിക്ക് ഭയങ്കര പ്രോണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ ഇപ്പം ചില കാര്യങ്ങൾക്ക് നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അല്ലെ എന്ത് റെമഡി എടുത്താൽ എന്ത് ഫസ്റ്റ് എയ്ഡ് എടുക്കണം, അതൊക്കെ നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഡോക്ടേഴ്സിനെ അറിയാമെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിക്കുക, ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അഭിപ്രായം എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ബട്ട് ചില കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടവേ ഉണ്ട്. അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്കൂളിങ് മുതലേ എനിക്ക് ഈ പറയുന്ന പോലെ UTI ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു. ബട്ട് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു ഇത് UTI ആണെന്നും ഇങ്ങനെയാണ് ഇതിൻ്റെ പെയിൻ, അല്ലെ ഇങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വൺ ഫൈൻ ഡേ എനിക്ക് ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതും ഒരു ഗൈനക്കിനെ കാണേണ്ടി വന്നതും. ഗൈനക്കിനോട് പറഞ്ഞു ഇത് UTI ആണ്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ഒരുപാട് പബ്ലിക് ടോയ്ലറ്റ്സ് യൂസേജ് എനിക്ക് പറ്റത്തില്ല, അഥവാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ എന്ന രീതിയിൽ എന്നോട് പറഞ്ഞായിരുന്നു. അന്ന് മുതൽ ഞാൻ കുറച്ച് പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. ആ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ UTI പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വിമനാണ് ഏറ്റവും കൂടുതൽ ഇതുണ്ടാകുന്നത്. വിമനെ ഞാൻ പറയത്തില്ല, റൈറ്റ് ഫ്രം ടീനേജ് മുതൽ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണിത്. സോ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് UTI എന്താണെന്നുള്ളതും UTIക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളതും ഞാൻ സിമ്പിളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ UTI എന്ന് പറയുന്നത് നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. അതിപ്പം എന്താ പറയുക, നമുക്ക് ഗേൾസ് അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യതയുള്ളത്. അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഞാൻ ആദ്യമേ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ്, നമ്മൾ ഇപ്പം എന്താണ് ഇപ്പം ജനറലായിട്ട് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്, ഞാൻ പറയാം. അപ്പം നമുക്കിപ്പം UTI ആണ്, അല്ലെങ്കിൽ എനിക്ക് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാർ നമ്മളോട് പറയുന്ന കാര്യമാണ്, ചൂടുവെള്ളം വെച്ച് വാഷ് ചെയ്താൽ കുറച്ച് റിലാക്സേഷൻ കിട്ടും, കുറച്ച് ഈസി ആയിട്ട് തോന്നും എന്ന് പറയും. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ ചൂടുവെള്ളം വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. ലൈക്ക് അപ്പോഴത്തേക്ക് ഒരു ഈസിനെസ് ഉണ്ടാവും, നമുക്ക് കുറച്ച് പെയിൻ കുറയും, നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. ബട്ട് നമ്മൾ ഒരിക്കലും ഹോട്ട് വാട്ടർ വെച്ച് വാഷ് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ വെജൈനൽ ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഏരിയ pH ലെവൽ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹോട്ട് വാട്ടർ വെച്ച് നമ്മൾ വാഷ് ചെയ്യുമ്പം ആ ഒരു ഏരിയ നമുക്ക് എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ആ ഒരു ഏരിയ നമ്മൾ ഹോട്ട് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മോയ്സ്ചറൈസിങ് ആ ഒരു സംഭവം അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കിന് എന്താ സംഭവിക്കുക, ഡ്രൈനെസ് ഉണ്ടാവും. ഡ്രൈനെസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും, ഇറിറ്റേഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇറിറ്റേഷൻ, അത് ഈസ്റ്റ് ഇൻഫെക്ഷൻ, അങ്ങനെ വെജൈനോസിസ്, അങ്ങനെ ഒരുപാട് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് വാഷിംഗ് എന്ന് പറയുന്നത് ഒരു മെത്താണ്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡോക്ടേഴ്സിനോട് ചോദിക്കുക, ഗൈനക്കോ എനി ഡോക്ടേഴ്സ് യു ക്യാൻ ഗോ ആൻഡ് ആസ്ക് ഇഫ് വി ക്യാൻ വാഷ് അവർ പ്രൈവറ്റ് ഏരിയ വിത്ത് ഹോട്ട് വാട്ടർ. ദാറ്റ് ഈസ് ആക്ച്വലി നോ, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. ഞാൻ പിന്നെ ഇതിനകത്ത് കുറച്ച് ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, എൻ്റെ വീഡിയോസ് പലരും സബ് ടൈറ്റിൽ വെച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ആക്ച്വലി സബ് ടൈറ്റിൽ ഇടാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് എനിക്കത് ഇതുവരെ ഞാൻ പഠിച്ചെടുത്തിട്ടില്ല. ആർക്കെങ്കിലും അത് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്താൽ കൊള്ളായിരുന്നു. ഞാൻ ഇങ്ങനെ ഐ ആം ലേണിംഗ് സ്റ്റിൽ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് പറയുന്നത്, സോ എവറിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്.
അപ്പം അതാണ് മെയിൻ കാര്യം. നമ്മൾ ഒരിക്കലും ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് നമ്മുടെ പ്രൈവറ്റ് ഏരിയ വാഷ് ചെയ്യാൻ പാടില്ല. മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെൽഫ് ക്ലെൻസിങ് ഓർഗനാണ്. ലൈക്ക് അവിടെ നമ്മൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യണം. യു ഹാവ് ടു കീപ്പ് ഇറ്റ് വെരി ക്ലീൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാം വാട്ടർ അല്ലെങ്കിൽ ലൂക്ക് വാം വാട്ടർ എടുക്കുക. അതും ഓക്കെ ഫൈൻ, എനിക്ക് ലൂക്ക് വാം വാട്ടർ എത്ര വാമാണ് അല്ലെങ്കിൽ ഈ ഒരു വാം അഫക്റ്റ് ആവുമോ എന്നറിയത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ദി ബെറ്റർ വേ ഇസ് റൂം ടെമ്പറേച്ചറിൽ വെള്ളം എടുക്കുക. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ള വെള്ളം എടുത്ത് വാഷ് ചെയ്യുക. യു വിൽ ഹാവ് നോ ഇഷ്യൂസ് അറ്റ് ഓൾ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞെന്നറിയാമോ? ഞാൻ പറയാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്കൂളിങ്ങിൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. സ്കൂളിങ് സമയത്ത് ഇതുപോലെ എപ്പോഴും എനിക്ക് UTI ആണ് കേട്ടോ. എനിക്ക് എങ്ങനെയാണ് UTI വരുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നോബഡി ആക്ച്വലി ടോൾഡ് മീ. എനിക്ക് ആരും എഡ്യൂക്കേറ്റ് ചെയ്തില്ലായിരുന്നു. സോ എനിക്ക് ഐ വാസ് പ്രോൺ. പിന്നെ എനിക്ക് UTI വരുമായിരുന്നു. പിന്നെ ഡോക്ടേഴ്സിനെ പോയി കാണും. അവർ ദിൽ ബി ഗിവിങ് മീ മെഡിസിൻസ്, അത് കഴിക്കും, മാറും. അങ്ങനെയായിരുന്നു. അപ്പം പിന്നെ എനിക്ക് ലൈക്ക് ആഫ്റ്റർ മാരേജ് എനിക്ക് പ്രഗ്നൻസി സമയത്താണ് ഈ ഒരു സംഭവം ഭയങ്കര ഇതിൻ്റെ ഫ്രീക്വൻസി ഒത്തിരി കൂടി വന്നത്. അത് ആക്ച്വലി എല്ലാവരും പറയാറുണ്ട്, നമുക്ക് UTI വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി സമയത്ത് അത് കൂടും, അതിൻ്റെ ഫ്രീക്വൻസി എന്തായാലും കൂടും. വൈ? ബിക്കോസ് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ UTIയുടെ പ്രോബബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഓൾമോസ്റ്റ് എനിക്കൊന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ബട്ട് ഈ UTI നമ്മളൊരു സാധാരണ സംഭവമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. അത് ഞാൻ പറയുകയാണ്. ബിക്കോസ് UTI എന്ന് പറയുന്നത് ആദ്യമേ നമുക്കൊരു ഇൻഫെക്ഷനായിട്ട് വരിക. ഇൻഫെക്ഷനായിട്ട് വന്നിട്ട് യൂറിനറി ട്രാക്റ്റ് അഫക്റ്റ് ആവുക, പിന്നെ ബ്ലാഡർ, അങ്ങനെ കയറി കിഡ്നിയിലോട്ട് പോകും. പിന്നെ യു വിൽ ഫേസ് ചിൽനെസ്, ഫീവർ, അങ്ങനെ സീരിയസ് കാര്യങ്ങളിലേക്ക് പോകും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഐഡൻറ്റിഫൈ ഏർലിയർ. സോ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം. സോ മെയിൻ തിങ്, നമ്മൾ ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്യാനേ പാടില്ല. എൻ്റെ ഈ ഒരു വീഡിയോ ഐ വുഡ് സജസ്റ്റ് എവ്രിബഡി ടു ഷോ ടു യുവർ ഡോട്ടേഴ്സ്. ലൈക്ക് എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ സ്കൂളിംഗ് ആയിരുന്നപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് മീഡിയ ഉണ്ട്, നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, ലൈക്ക് യൂട്യൂബ് ചെയ്ത് നോക്കാം, ഓർ യു കെൻ ഈവൻ ടോക്ക് ടു ഡോക്ടേഴ്സ്. ഞാനൊക്കെ ആ സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. സോ എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് വരും, ഐ വിൽ ജസ്റ്റ് ഗോ മീറ്റ് എ ഡോക്ടർ, ഐ വിൽ ടേക്ക് മെഡിസിൻസ്. അങ്ങനെയായിരുന്നു വർക്ക് ആയിക്കൊണ്ടിരുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഐ ആം അഡ്വൈസിങ് all the parent, if you have daughters, please show my video to your daughter, so let your daughter get educated about UTI. Okay, so next thing, okay, so basically നമ്മൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്താലുള്ള സംഭവം ഡ്രൈനെസ് ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ലീഡ് ടു എനി ഓഫ് വൺ ഇൻഫെക്ഷൻസ്. സോ ബെറ്റർ നോട്ട് ടു യൂസ് ഹോട്ട് വാട്ടർ. ഈ പറഞ്ഞതുപോലെ സെൽഫ് ക്ലെൻസിങ് ഒരു ഓർഗനാണ് വെജൈനൽ ഏരിയ. സോ നിങ്ങൾ അഥവാ ക്ലീൻ ചെയ്യണം, മോർ ക്ലീനറായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടർ വെച്ച് ജസ്റ്റ് വാഷ് ചെയ്യുക. അതാണ് എൻ്റെ ഫസ്റ്റ് തിങ്. പിന്നെ സെക്കൻഡ്, ഹൗ ടു ക്ലീൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വി വാഷ് പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാട്ടോ. അതൊക്കെ ഐ ആക്ച്വലി സ്റ്റോപ്ഡ്. അതും ലൈക്ക് എൻ്റെ ഒരു ഗൈനക് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു ആർ നോട്ട് സപ്പോസ് ടു യൂസ് എനി ഓഫ് ദാറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് ഓൺ എ ജനറൽ ടേം യു ആർ നോട്ട് സപ്പോസ് ടു യൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതുപോലെ pH ബാലൻസ്ഡ് ആണെന്നൊക്കെയാണല്ലോ കൊടുക്കുന്നത്. വൺ മെയിൻ തിങ് ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിത്തിങ് നമ്മുടെ ഈ ഒരു വെജൈനൽ ഏരിയ ഈസ് ജനറലി ഓർ ഇൻ നോർമൽ വേ തന്നെ അത് pH ലെവൽ ബാലൻസ്ഡ് ആണ്. അപ്പോൾ എനിത്തിങ് ദറ്റ് കം അക്രോസ്, നമ്മൾ സോപ്പ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുക, ഓർ അതിൻ്റെ എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ pH ലെവൽ വിൽ ഡെഫിനറ്റ്ലി ഇംബാലൻസ് ആവും.
ഇംബാലൻസ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രൈനസ്, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ നോട്ട് ടു യൂസ് എനി ഓഫ് ദോസ് ക്ലെൻസസ്, വി വാഷോ അതൊക്കെ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. യു ക്യാൻ ജസ്റ്റ് യൂസ് നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർ തന്നെ യൂസ് ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോപ്പ് യൂസ് ചെയ്താൽ പോലും യു ക്യാൻ ആക്ച്വലി യൂസ് സോപ്പ് ബട്ട് നോട്ട് ടു യുവർ വെജൈനൽ ഏരിയ സ്പെസിഫിക്കലി. ഔട്ടർ പാർട്ടിൽ നിങ്ങൾ യൂസ് ചെയ്ത് യു ക്യാൻ ക്ലീൻ. ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് വിൽ ബി ഫൈൻ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഇതുപോലെ UTI വന്നായിരുന്നു. UTI വന്ന സമയത്ത് ഐ നോ ഹൗ ഐ യൂഷ്വലി എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം കുറേ വർഷങ്ങളായിട്ട് എനിക്ക് UTI വരുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. UTI ആണെങ്കിൽ UTI ആണെന്ന് എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഹോട്ട് വാട്ടർ വെച്ച് വാഷ് ചെയ്യാൻ പറഞ്ഞു, പേരൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വെച്ച് ഞാൻ ഹോട്ട് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ലൈക്ക് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എൻ്റെ ലൈക്ക് യൂറിൻ വാസ് ക്ലൗഡി, but again I thought it is a part of pregnancy ആയിരിക്കും എന്ന് പറഞ്ഞ്. But my husband told me like have a word with doctor. അങ്ങനെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ said it might be UTI. അപ്പോൾ ഞാൻ പറഞ്ഞു I think for couple of days I was having it, and then she told to come and have a visit. അങ്ങനെ ഞാൻ പോയി, I had a visit. അപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു like I was like infection was kind of serious, like ഫംഗൽ ഇൻഫെക്ഷൻ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് ആണ് നമുക്ക് ക്ലൗഡി ആയിട്ടുള്ള യൂറിൻ ആക്ച്വലി വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എനിക്ക് അത് സംഭവിച്ചത് ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഐ യൂസ്ഡ് ഹോട്ട് വാട്ടർ ഡ്യൂറിങ് മൈ UTI. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. UTI ഉള്ള സമയത്ത് പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയം കൂടെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നതും കൊണ്ട് I was washing with hot water every time after peeing or so, and then I was facing this issue. അങ്ങനെ ഡോക്ടർ പിന്നെ എനിക്ക് സപ്പോസിറ്ററി ഒക്കെ തന്ന് 3 days നൈറ്റ് സപ്പോസിറ്ററി ഒക്കെ വെച്ചിട്ടാണ് എനിക്ക് കംപ്ലീറ്റ് പോയത്. സോ അതും ഞാൻ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ടു എവറി വിമൻ ഹൂ ഈസ് അണ്ടർഗോയിങ് പ്രഗ്നൻസി ഓർ എനി ഗേൾസ്. എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് മേ ബി ഐ കുഡ് ഹവ് യൂസ്ഡ് നോർമൽ വാട്ടർ. ഐ വുഡ് ഹവ് മേ ബി ഹോട്ട് വാട്ടർ യൂസ് ചെയ്തപ്പോൾ ഐ വുഡ് ഹവ് ഫെൽറ്റ് ബെറ്റർ, ബട്ട് ലേറ്റർ ഇറ്റ് വാസൻ മീ, റൈറ്റ്? സോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ സമയത്ത് എനിക്ക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് ഞാനിപ്പം നിങ്ങളോട് ഈ വീഡിയോ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഓർത്തെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഹോട്ട് വാട്ടർ യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഈ കാര്യം ഒരുപാട് പേരോട് എന്നോട് പറയുമ്പോൾ അയ്യോ ആണോ പ്രിയ, ഞാനും ഓർത്ത് ഹോട്ട് വാട്ടർ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആകും. എന്നാൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഐ വിൽ നോട്ട് ഡു ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ സോപ്പ് യൂസ് ചെയ്യുന്നതാണേലും ഈ പറയുന്ന പോലെ എല്ലാവരും ഇത് സോപ്പ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെൻസസ് യൂസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ക്ലീൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ആക്ച്വലി നോട്ട്. അപ്പോൾ ക്ലീൻ ആകുമായിരിക്കും, ബട്ട് അഗെയിൻ ഡ്രൈനെസ് കംസ്. അതിൻ്റെ പുറകെ ഇറിറ്റേഷൻ വരും, അതിൻ്റെ പുറകെ യു വിൽ ഗെറ്റ് ഇൻഫെക്റ്റഡ് ടു സംതിങ്. So don't use soaps or any cleansers. It is actually a self-cleansing organ. You can എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങൾക്ക് you can talk to a doctor or meet a doctor and then do whatever you feel like. So നിങ്ങൾ തന്നെ ഒരു കൺക്ലൂഷനിൽ ജമ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇതിന് ഡോക്ടറിനെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട. UTI is actually സംതിങ് സീരിയസ് ദറ്റ് യു ഹാവ് ടു ബി കൺസിഡേർഡ്. അതാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഈ UTI എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ ഞാൻ പറയാം കേട്ടോ. അപ്പം ഈ UTI എന്ന് പറയുന്നത് ആക്ച്വലി നത്തിങ് ബട്ട് ഇൻ എ ജനറൽ ടേം ഈക്കോളി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ഇസ് ലിവിങ് ഇൻ ആർ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇൻറ്റസ്റ്റൈനിലുണ്ട്. അത് നമ്മുടെ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് അതിൻ്റെ ഡ്യൂട്ടി ഓർ വാട്ട് ഇറ്റ് ഇസ് ഫോർ. ഞാൻ ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നില്ല. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ഈക്കോളി ഇസ് ദ ബാക്ടീരിയ നിങ്ങൾക്ക് UTI ഉണ്ടാകാൻ കാരണമാകുന്നത്. മെയിൻ തിങ് ഈ വിമൻ ഓർ ഗേൾസ് പ്രോൺ ആവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് വെൻ കമ്പയർഡ് ടു boys or when compared to
ദി ഓപ്പോസിറ്റ് ജെൻഡർ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്രോണ്ടാണ്. ബിക്കോസ് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ലൈക്ക് നമ്മൾ വാഷ് ചെയ്യുന്ന രീതി, ഇഫ് ഇറ്റ് ഈസ് ഫ്രം ബാക്ക് ടു ഫ്രണ്ട്, ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യുവർ നമ്മുടെ എക്സ്ക്രീറ്റ്സിലൊക്കെ ഇത് കാണാം. ഹ്യൂമൻ വേസ്റ്റിൽ ഓബ്വിയസ്ലി ഗട്ടിലുള്ളതും കൊണ്ട് നമ്മുടെ ഹ്യൂമൻ വേസ്റ്റിൽ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വാഷ് ബാക്ക് ടു ഫ്രണ്ട് ചെയ്യുമ്പോൾ എന്താ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ഹൈ ചാൻസ് ഫോർ യുവർ ഈക്വലി ഫ്രം യുവർ വേസ്റ്റ് ടു ഗെറ്റ് ഇൻ ടു യുവർ വെജൈനൽ പാർട്ട്. സോ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാൻ കാരണം. സോ എവറി ടൈം നിങ്ങൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാഷ് ചെയ്യുന്നത് എപ്പോഴും ഒരു റൊട്ടീനായിട്ട് തന്നെ, അല്ലെ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ട് ടു ബാക്കായിട്ട് വാഷ് ചെയ്യുക. ഡോണ്ട് വാഷ് ഇറ്റ് ഫ്രം ബാക്ക് ടു ഫ്രണ്ട്. അത് ഒരു മെയിൻ തിങ് ആണ്. അപ്പോൾ ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇറ്റ് ടുക്ക് ലോങ് ടൈം ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ്. സോ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കല്ല, ഇപ്പോൾ ഉള്ളവർക്ക് അത് ഈസിലി അണ്ടർസ്റ്റാൻഡ് ആകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു എഡ്യൂക്കേറ്റിംഗ് വീഡിയോ ഇടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ബെറീസ് ഹെൽപ്സ്. ബെറീസ് നമ്മുടെ സ്ട്രോബെറി, പിന്നെ എന്താണ് ബ്ലൂബെറി, മറ്റേ ക്രാൻബെറി ജ്യൂസൊക്കെ നമുക്ക് UTI സൂതൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്ന ജ്യൂസസ് ആണ്. ദാറ്റ് ഈസ് അനദർ തിങ്. പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ലെറ്റ് മീ ഹാവ് എ ലുക്ക്. ക്ലെൻസസ് ഞാൻ പറഞ്ഞു. ഓക്കെ, അതുപോലെ ഇഫ് യു യൂസിങ് എനി ഓയിൻമെൻറ്റ്സ്, എന്തെങ്കിലും ഓയിൻമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വെജൈനൽ ഏരിയയിൽ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, യു ഹാവ് ടു ബി വെരി ഷുവർ ദറ്റ് യു കൺസൾട്ട് എ ഡോക്ടർ ആൻഡ് ദെൻ യൂസ് വാട്ട് എവർ ഇറ്റ് ഈസ്. ദറ്റ് ഈസ് വൺ മെയിൻ തിങ്. ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള, അതല്ലെങ്കിൽ ഇത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, ഐ ക്യാൻ യൂസ് ഇറ്റ്. നോ, എവറി ബോഡി ഈസ് ഡിഫറെൻറ്റ്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. സോ യു ഹാവ് ടു ഡെഫിനറ്റ്ലി. പിന്നെ ഈ ഇൻഫെക്ഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് തരുന്ന സിംറ്റംസ് ഒക്കെ സെയിം ആയിരിക്കും. പെയിൻ ആയിരിക്കും, നമ്മൾ പീ ചെയ്യുമ്പോൾ പെയിൻ കാണും, ചിലപ്പോൾ പീ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കാണും, അങ്ങനത്തെയൊക്കെ ഓൾമോസ്റ്റ് സെയിം സിംറ്റംസ് ആയിരിക്കും. ബട്ട് യു ഹാവ് ടു മേക്ക് ഷുവർ ഇഫ് ഇറ്റ് ഈസ് UTI ഓർ സംതിങ് ഡിഫറെൻറ്റ്, റൈറ്റ്? സോ ഓൾവേസ് മേക്ക് ഷുവർ, meet a doctor and then make sure if it is UTI, and then you can use accordingly whatever you are using. Pinna സിംറ്റംസ് ഐ വിൽ ടെൽ യു. സിംറ്റംസ് നമുക്ക് ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ, നമുക്ക് എപ്പോഴും നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ തോന്നും. ബട്ട് വെൻ യു ഗോ ആൻഡ് സെറ്റ് ഇൻ ദ ടോയ്ലറ്റ്, ഹാർഡ്ലി 1-2 ഡ്രോപ്സ് ആൻഡ് ദെൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഒരു ഭയങ്കര ഒരു പെയിൻ ഉണ്ടാവും, നമുക്ക് കുത്തുന്ന പോലെ ഒരു പെയിൻ നമുക്കുണ്ടാവും. ഇതൊക്കെ നമുക്ക് സിംറ്റംസ് ആണ്. പിന്നെന്താണ് ഉണ്ടാവുക? പിന്നെ നമുക്ക് ഇച്ചിനെസ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഓരോ സിംറ്റംസ് ആണ് കേട്ടോ. ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എനിക്കുണ്ടാവുന്ന സിംറ്റംസ് ആണ് ഞാൻ ഈ പറയുന്നത്. സോ ടു എവറി ഗേൾസ്, ടു എവറി വിമൻ, ഐ എം ടെലിങ് യു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ബിലോ ഓൺ മൈ വീഡിയോ. ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ യു ഇഫ് ഐ നോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ കമൻറ്റിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. അതല്ലെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ യു ടു ഗോ കൺസൾട്ട് എ ഡോക്ടർ, ബിക്കോസ് ഐ എം നോട്ട് എ ഡോക്ടർ. ഞാൻ എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചും എനിക്കുണ്ടായ അനുഭവം വെച്ചുമാണ് ഞാൻ ഈ പറയുന്നത്. ബട്ട് നോ ഹാം. സോ ട്രൈ ദീസ്. എന്ത് യൂസ് ചെയ്താലും ടു യുവർ പ്രൈവറ്റ് ഏരിയ, മേക്ക് ഷുവർ ദാറ്റ് യു കൺസൾട്ട് എ ഡോക്ടർ ആൻഡ് ദെൻ യൂസ് ഇറ്റ്. അതർ ദാൻ ദാറ്റ് യു ക്യാൻ യൂസ് വാട്ടർ. പിന്നെ ഈ പറയുന്ന ബെറി ഇൻടേക്ക്, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് സിംറ്റംസ് കാണിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ ഒരു സിംറ്റംസ് വരുമ്പോൾ തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇത് എന്താണെന്നുള്ളത്. സോ ഇഫ് യു ആർ ഗേൾസ്, യു ഹാവ് ഡിഫിക്കൽട്ടി ടോക്കിംഗ് ടു എനിബഡി, യു ക്യാൻ ടെൽ യുവർ പേരൻസ്, ലൈക്ക് മോമിനോടോ ഡാഡിനോടോ, ഓർ ഇഫ് യു ഹാവ് എനി ഫ്രണ്ട്സ്, അവരോട് ചോദിക്കുക. സോ ലൈക്ക് ഞങ്ങളുടെ കാലം പോലെ അല്ലല്ലോ. ഞങ്ങൾക്കൊക്കെ അന്ന് എന്തെങ്കിലും വയ്യാഴിക ഇതുപോലെ പറയണമെന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് മടിയായിരുന്നു. ലൈക്ക് അത് പറഞ്ഞാലയ്യോ എങ്ങനെ പറയും, ഇതൊക്കെ എങ്ങനെ ചോദിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഈവൻ ടു മൈ മോം, എനിക്ക് എൻ്റെ മമ്മിയോട് പറയാൻ പോലും പണ്ട് ഇങ്ങനെ, അയ്യോ മമ്മി പറയുമല്ലോ നീ അങ്ങനെ ചെയ്തിട്ടാ ഇങ്ങനെ ചെയ്തിട്ടല്ലേ. ലൈക്ക് പിന്നെ മെയിൻ തിങ് ഐ ടെൽ യു, നിങ്ങളുടെ അണ്ടർ ഗാർമെൻറ്റ്സ്, ലൈക്ക്
inners, whatever color or anything let it be, make sure that it is sun dried. നല്ല പോലെ ഡ്രൈ ആവണം, സൺ ഡ്രൈ തന്നെ ആവണം. നല്ല വെയിലത്ത് ഉണക്കി വേണം നിങ്ങൾ ഇടാൻ. നല്ല പോലെ ഡ്രൈ ചെയ്ത് നല്ല പോലെ ഉണക്കിയാൽ മാത്രമേ അതിലെന്തെങ്കിലും ജേംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ ദാറ്റ് ഇസ് വൺ മോർ മെയിൻ തിങ്. I totally forgot to tell about that. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഐ ഫെൽറ്റ് ദിസ് തിങ് വിച്ച് ഐ നോ ഷുഡ് ഡെഫിനറ്റ്ലി ബി ഷെയർഡ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ എല്ലാ പേരൻസും, ഇഫ് യു ഹാവ് ഡോട്ടേഴ്സ് ഓർ whoever it is, please share this video. Definitely this should reach to everybody who doesn't have any idea about UTI. So yeah, that was my today's topic. നാളെ ഞാൻ വീണ്ടും ഒരു ടോപ്പിക്, ഓർ ഇന്ന് തന്നെ ഞാൻ ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ വേറൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഗ്രേറ്റ് താങ്ക്സ്. ഐ എം വെരി മച്ച് ഓവർവെൽംഡ്. ഇങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടും എന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഐ എം വെരി മച്ച് ഹാപ്പി ബീയിങ് എ സ്റ്റാർട്ടർ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻഫർമേഷൻ, ഇഫ് യു ഫീൽ ഇറ്റ് ഇസ് ഒത്തൻറ്റിക്, ഇറ്റ് ഇസ് കറക്റ്റ് എന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. മീറ്റ് യു ഓൺ അനദർ വീഡിയോ. Till then, take care. Bye bye.